നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ ടൗണിലും എടക്കരയിലുമാണ് കലാശക്കൊട്ടിന് അനുമതി നൽകിയിട്ടുള്ളത്. ഓരോ മുന്നണികൾക്കും പ്രത്യേകം സ്ഥലം അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. അതേസമയം കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്നില്ല എന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ അറിയിച്ചു. നമുക്ക് നമ്മുടെ പ്രതിനിധികളൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്, ഷിനോജ് ST വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്, ഒപ്പം രാഗിൻ. അങ്ങനെ എല്ലാവരോടും വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ആദ്യം നമുക്ക് അമൽ തേനമ്പറമ്പിലേക്ക് പോകാം. അമൽ, ഇന്ന് കലാശക്കൊട്ടാണ്. വിവിധ നേതാക്കളൊക്കെ കലാശക്കൊട്ടിന്റെ തിരക്കിലായിരിക്കും. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണ പരിപാടികൾ ഏതൊക്കെ തരത്തിലാണ്? കലാശക്കൊട്ടിന്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും ഇന്ന്? മോത്തി, നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊടിയിറങ്ങുകയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും അവസാന സ്ഥലമായ അതിർത്തിയായ വഴിക്കടവിൽ നിന്നും ഒരു യുവജന റാലി പറഞ്ഞിട്ടുണ്ട് UDYF-ന്റെ. ആ റാലി നിലമ്പൂരിലേക്ക് എത്തും. നിലമ്പൂരിൽ എടക്കര, അതോടൊപ്പം തന്നെ നിലമ്പൂർ ടൗൺ, ഈ രണ്ടിടങ്ങളിലാണ് കൊട്ടിക്കലാശ പരിപാടികൾ പ്രധാനമായും നടക്കുന്നത്. ഈ നിലമ്പൂർ ടൗണിൽ 3 പ്രധാനപ്പെട്ട പാർട്ടികളുടെയും BJP, അതോടൊപ്പം തന്നെ UDF, LDF തുടങ്ങിയ കക്ഷികളുടെ പരിപാടി ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ തന്നെ ഏറ്റവും ആവേശമുണ്ടാകുക നിലമ്പൂർ ടൗണിൽ തന്നെയാകും. ഇടക്കരയിലും വലിയ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കോരിച്ചൊരിയുന്ന മഴയാണ് നിലമ്പൂരിൽ. ആ മഴയത്ത് വേണം ഈ പരിപാടി നടക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മഴയത്തും തോരാത്ത ആവേശം ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ കാണാൻ കഴിയും. ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണ പരിപാടികൾക്കിടയിലും ഇങ്ങനെ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയ്ക്കൊന്നും തളർത്താൻ കഴിയാത്ത ഒരു ആവേശം നിലമ്പൂരിൽ എല്ലാ മുന്നണികളിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ പരിപാടി ഉണ്ടാകും. ഈ സാധാരണ നിലയിൽ കുട്ടിക്കലാശനൊക്കെ ഉണ്ടാകുന്ന ഒരു ബഹളമൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പരസ്പര സഹകരണത്തിൽ നല്ലപോലെ മുന്നോട്ട് പോകുന്ന പാർട്ടി പ്രവർത്തകരൊക്കെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വൈകുന്നേരമായിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം പിന്നീട് ഈ മണ്ഡലത്തിലല്ലാത്ത ആർക്കും ഇവിടെ തങ്ങാൻ കഴിയില്ല, എല്ലാവരും പുറത്തു പോകണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3 മുന്നണികളും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. UDF ക്യാമ്പിന്റെ പ്രതീക്ഷയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് വലിയ പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഈ ആവേശം എത്രത്തോളം അതിര് കടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊക്കെ മണ്ഡലത്തിലേക്ക് എത്തുന്ന സമയത്ത് മണ്ഡലത്തിലേക്ക് ആദ്യം സ്ഥാനാർത്ഥി വരുമ്പോൾ വലിയ പ്രചാരണവും കൂട്ടരും നേർക്കുനേർ കണ്ടപ്പോൾ ചെറിയൊരു സംഘർഷവും ഒരു ഉരസലൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അതുകൊണ്ട് ഏതായാലും സംയമനം പാലിച്ചുകൊണ്ട് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അമൽ എന്ന് വിചാരിക്കാം. നമുക്ക് ഷിനോജ് ST ചേരുന്നുണ്ട് ഒപ്പം. അപ്പോൾ അതിനു മുൻപ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെ ഒരു വലിയ പിന്തുണ ഈ കാര്യത്തിൽ കാണുന്നുണ്ട്. വിവാദങ്ങളൊക്കെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ യഥാർത്ഥ അവസ്ഥകളെ മറച്ചു വെക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ